മഴ മാറി, മാനം തെളിഞ്ഞു, കുട്ടികളെല്ലാം പള്ളിക്കൂടങ്ങളിലെത്തി, സ്കൂളുകൾ തുറന്നു. നോക്കൂ, ഈ ആരവങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ലേ? ഈ സന്തോഷം കാണുന്നില്ലേ? ഇത് സവിശേഷമായ ചില പൊതുവിദ്യാലയങ്ങളെക്കുറിച്ചാണ്. ഇന്ന് ഗോത്രായനത്തിൽ പ്രത്യേകതയുള്ള ചില പള്ളിക്കൂടങ്ങളുടെ വിശേഷങ്ങളും അവയുടെ പ്രവേശനോത്സവത്തിൻ്റെ സന്തോഷങ്ങളും പങ്കുവയ്ക്കാം. നമസ്കാരം. കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പുകളുടെ കീഴിൽ 33 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 22 സ്കൂളുകൾ പട്ടികവർഗ വികസന വകുപ്പിനും 11 സ്കൂളുകൾ പട്ടികജാതി വികസന വകുപ്പിന് കീഴിലും. അങ്ങനെയുള്ള ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ പ്രവേശനോത്സവത്തിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഊരുകളിൽ നിന്നും കാടുകളും മലകളും പുഴകളും താണ്ടി അവർ പള്ളിക്കൂടത്തിലെത്തി താമസിച്ച് പഠിക്കുകയാണ്. 1990കളിലാണ് ഇങ്ങനെ കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളുടെ കൂട്ടത്തിൽ സവിശേഷതയുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ ആരംഭിച്ചത്. 90-നൊരു പ്രത്യേകതയുണ്ട്. ഡോക്ടർ BR അംബേദ്കറുടെ 100ാം ജന്മവാർഷികമായിരുന്നു. കേരളത്തിലെ ദളിതരും ഗോത്രവിഭാഗത്തിൽപ്പെട്ടവരുമായ കുട്ടികൾക്ക് മികച്ച പബ്ലിക് സ്കൂൾ മാതൃകയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കണമെന്ന കേരള സർക്കാരിൻ്റെ ആഗ്രഹത്തെ തുടർന്നാണ് ഇങ്ങനെയുള്ള സ്കൂളുകൾ സ്ഥാപിതമായത്. കാലങ്ങളനുസരിച്ച് സ്കൂളുകൾ വളർന്നു. സെക്കൻഡറി സ്കൂളുകൾ ഹയർ സെക്കൻഡറി സ്കൂളുകളായി മാറി. ആധുനികമായ ലാബറട്ടറികളും ഗ്രൗണ്ടുകളും സംവിധാനങ്ങളുമെല്ലാം വന്നു. ഒരു മികച്ച പബ്ലിക് സ്കൂളിൻ്റെ എല്ലാ സവിശേഷതകളോടും കൂടിയാണ് മിക്ക സ്കൂളുകളും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഫലം ഈ വർഷത്തെയും മുൻ വർഷങ്ങളിലെയും 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയൊക്കെ റിസൾട്ടിലും ഉണ്ടായിട്ടുണ്ട്. ഈ സ്കൂളിൻ്റെ സവിശേഷമായ ഒരു പ്രവേശനോത്സവത്തിൻ്റെ വിശിഷ്ടാതിഥികൾ ആരെന്നറിയാമോ? അത് ഈ സ്കൂളിൽ തന്നെ കട്ടേല അംബേദ്കർ മെമ്മോറിയൽ സ്കൂളിൽ നിന്ന് പഠിച്ച് 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും മികച്ച രീതിയിൽ A+കളോടുകൂടി വിജയിച്ച കുട്ടികൾ തന്നെയായിരുന്നു ഞങ്ങളുടെ വിശിഷ്ടാതിഥികൾ. MLAയോടൊപ്പം മറ്റു മേലുദ്യോഗസ്ഥരോടൊപ്പം അവർ ഈ ചടങ്ങുകളിലെല്ലാം പങ്കെടുത്ത് തങ്ങളുടെ അനുജത്തിമാർക്ക് അവർ പഠിച്ച പാഠങ്ങൾ പകർന്നു നൽകി. അവർ ലക്ഷ്യം കണ്ട മുന്നേറ്റങ്ങളെക്കുറിച്ച് അവയുടെ മാർഗങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു കൊടുത്തു. നമ്മൾ ചിന്തിക്കും, ഗോത്ര ദളിത് മേഖലയിലെ കുട്ടികൾക്ക് ഈ വിദ്യാഭ്യാസത്തിൻ്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ സ്വാതന്ത്ര്യാനന്തരം എത്ര ദശകങ്ങൾ കഴിഞ്ഞാണ് അവർക്ക് മികച്ച വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ കിട്ടിത്തുടങ്ങിയത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിനൊരു ചെറിയൊരു കണക്ക് മാത്രം ഞാൻ പറയാം. 1978 ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഒരു കണക്കെടുത്തു. അന്ന് കേരളത്തിലെ ഗോത്ര സമൂഹങ്ങളിൽ 36 സമൂഹങ്ങളിൽപ്പെട്ടവർ എത്ര പേർ 10ാം ക്ലാസ് പാസ്സായി എന്ന കണക്ക് വളരെ കൗതുകകരമാണ്. വെറും 1960 പേർ. സ്വാതന്ത്ര്യം കിട്ടി 3 ദശകങ്ങൾ കഴിഞ്ഞിട്ടും ആ ജനസമൂഹങ്ങളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എന്തുകൊണ്ട് കുട്ടികൾ എത്തിച്ചേർന്നില്ല എന്നുള്ളത് ചരിത്രപരമായ ഒരു കാരണങ്ങളുണ്ട്. നമ്മൾ തന്നെ ഗോത്രായനത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. മറ്റെല്ലാ പൊതുമാധ്യമങ്ങളിലും നമ്മളത് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. കാടകങ്ങളിൽ വസിച്ചിരുന്ന മനുഷ്യർക്ക് മികച്ച രീതിയിലുള്ള പള്ളിക്കൂടങ്ങളും അതിനുള്ള സംവിധാനങ്ങളൊന്നും ആദ്യകാലങ്ങളിൽ ലഭ്യമല്ലാതിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ GRB സ്കൂൾ, അതായത് ഗവൺമെൻറ് റെസിഡൻഷ്യൽ ബേസിക് സ്കൂൾ എന്നുള്ള സംവിധാനം ഏകാധ്യാപക വിദ്യാലയങ്ങളായിരുന്നു. ഒരു അധ്യാപകൻ മാത്രം പള്ളിക്കൂടം തിരക്കി അല്ലെങ്കിൽ പള്ളിക്കൂടം ഉണ്ടാക്കി കാടുകളിലേക്ക് ചെല്ലും. പക്ഷേ ആദ്യകാലത്ത് അതത്രയൊന്നും വിജയിച്ചില്ല. വനാന്തരങ്ങളിൽ പ്രാക്തനമായ സ്വഭാവങ്ങളോട് സവിശേഷതകളോട് ജീവിച്ച ജനസമൂഹങ്ങൾ അവയെ കാര്യമായിട്ട് എടുത്തില്ല. 1957 ആദ്യത്തെ സർക്കാർ EMS സർക്കാരിൻ്റെ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുടെ ഭാഗമായി പൈൽ സ്കൂളുകൾ, അതും ഏകാധ്യാപക വിദ്യാലയങ്ങളായിരുന്നു. തുടർന്ന് ട്രൈബൽ സ്കൂളുകൾ, ട്രൈബൽ ഹോസ്റ്റലുകൾ, പ്രൈമറി സ്കൂളുകൾ, അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഗോത്ര സമൂഹങ്ങളെ പൊതുധാരയോട് അടുപ്പിക്കുന്നതിന് സർക്കാർ ഒരുപാട് സംവിധാനങ്ങൾ കൊണ്ടുവന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിരുന്നു 1990. അതായത് സ്വാതന്ത്ര്യാനന്തരം 4 ദശകങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ആ മുന്നേറ്റം ഉണ്ടാകുന്നത്. ഡോക്ടർ BR അംബേദ്കറുടെ നാമധേയത്തിൽ കേരളത്തിൽ ഒരുപാട് പള്ളിക്കൂടങ്ങൾ വന്നു. BR അംബേദ്കറുടെ ആഗ്രഹപ്രകാരം തന്നെ സംഘാടനവും അജിറ്റേഷനും വിദ്യാഭ്യാസം എന്നുള്ള അടിസ്ഥാനത്തിൽ നിന്നാവണമെന്ന അദ്ദേഹത്തിൻ്റെ വാക്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി ദളിത് സമൂഹങ്ങളിൽ നിന്നും ഗോത്ര സമൂഹങ്ങളിൽ നിന്നും കുട്ടികൾ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് എത്തിത്തുടങ്ങി.
അതിൻ്റെ വിജയങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയും എത്തിയിട്ടില്ല, ഒരുപാട് മുന്നേറാനുണ്ട്. അട്ടപ്പാടി പോലെ, ഇടമലക്കുടി പോലെ, നിലമ്പൂർ പോലെ ഇനിയും കുട്ടികൾ പള്ളിക്കൂടങ്ങളിലേക്ക് ഒരുപാട് എത്തിച്ചേരാനുള്ള, ഒരുപാട് സെക്കൻഡറിയിലേക്കും ഹയർ സെക്കൻഡറിയിലേക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ഇനിയും ഒരുപാട് എത്തിച്ചേരേണ്ട സമൂഹങ്ങളുണ്ട്. അതിനുവേണ്ടിയുള്ള മുന്നേറ്റങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും സ്റ്റേറ്റിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് ചരിത്രപരമായ കാരണങ്ങളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടൊരു സമൂഹത്തെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും കൈകാര്യം ചെയ്യുന്നവർ നിയന്ത്രിക്കുന്ന ഈ ആധുനിക കമ്പോളമായ ലോകത്തിലേക്ക് കൈപിടിച്ചെത്തിക്കേണ്ടത് തീർച്ചയായും അനിവാര്യമായൊരു സംഗതി തന്നെയാണ്. അവരും ഈ ലോകം നിയന്ത്രിക്കാനും ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും മുന്നിലേക്ക് എത്തിച്ചേരാനും എന്തുകൊണ്ടും അർഹരാണ്. അവർ എത്തിച്ചേരേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് വിദ്യാഭ്യാസമല്ലാതെ മറ്റൊരു വഴിയുമില്ല മുന്നേറ്റത്തിനെന്ന് ഈ മഹാന്മാരെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളെ സ്കൂളിൽ നിന്ന് കുട്ടികൾ സംസാരിച്ചപ്പോൾ മുതിർന്ന ചേച്ചിമാർ, അതായത് വിജയിച്ചവർ കുട്ടികളോട് പറഞ്ഞു കൊടുത്ത മാതൃകകൾ, അത് ഡോക്ടർ BR അംബേദ്കർ നാമധേയത്തിലുള്ള ഈ സ്കൂളിൽ ഡോക്ടർ BR അംബേദ്കറെക്കുറിച്ച് അവർ പറഞ്ഞു കൊടുത്തു. ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരിക്കുന്ന, ഒന്നാമത്തെ പൗരയായിരിക്കുന്ന ദ്രൗപദി മുർമുവിനെക്കുറിച്ച് അവർ സംസാരിച്ചു. ഇന്ത്യയുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലുണ്ടായിരുന്ന പട്ടികവർഗ അംഗമായിരുന്ന ജയ്പാൽ സിംഗ് മുണ്ടയെക്കുറിച്ച് പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ബിർസ മുണ്ടയെക്കുറിച്ച് അവർ പറഞ്ഞു. എന്തിന്, കേരളത്തിൽ പോലും വിദ്യാഭ്യാസത്തിലൂടെ മുന്നേറ്റങ്ങൾ വഹിച്ച ശ്രീധന്യ IAS കുറിച്ചും, ചോലനാക്കരിൽ നിന്ന് ആദ്യമായി +2 പാസ്സാവുകയും അവിടെ നിന്ന് സൊസൈറ്റി യൂണിവേഴ്സിറ്റിയിൽ നിന്നും അപ്ലൈഡ് എക്കണോമിക്സിൽ ഡിഗ്രിയും PGയും MPhilലും കഴിഞ്ഞ് PhD ചെയ്തുകൊണ്ടിരിക്കുന്ന വിനോദ് CA പറഞ്ഞു. അങ്ങനെ എത്ര പേരെക്കുറിച്ച് പറഞ്ഞു, മഹാന്മാരെക്കുറിച്ച് പറഞ്ഞു. വിദ്യാഭ്യാസമാണ് വഴി. ആ പാലത്തിലൂടെ നമ്മുടെ മക്കൾ മുന്നേറും. പൊതുസമൂഹത്തിനൊപ്പം അവർക്കാൽ മുന്നിൽ എത്തിച്ചേരുന്നൊരു സമൂഹത്തെയാണ് സർക്കാരും സമൂഹവും ഈ പള്ളിക്കൂടങ്ങളും അധ്യാപകരും സ്വപ്നം കാണുന്നത്.